നമ്മുടെ സമൂഹത്തിൽ ബധിരരും മൂകരുമായി ജനിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ പഠനം നൽകുക എന്ന ലക്ഷ്യത്തോടെ വടകര റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ട്രസ്റ്റിൻ്റെ കീഴിൽ 1993 ജനുവരി 26-ന് 20 കുട്ടികളും 2 അധ്യാപകരുമായാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. വടകരയിലെ പൊതുകാര്യ പ്രസക്തനായ അഡ്വക്കേറ്റ് എം.കെ. ശ്രീധരനും കുടുംബവും ലോകനാർക്കാവ് റോഡിൽ സിദ്ധസമാജത്തിനടുത്തായി നൽകിയ 35 സെന്റ് സ്ഥലത്ത് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുകയും 1998 മുതൽ ക്ലാസുകൾ ഇവിടെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. പ്രീ പ്രൈമറി സ്കൂളായി ആരംഭിച്ച വിദ്യാലയത്തിൽ 10ാം ക്ലാസ് വരെയുള്ള പഠനം പ്രൈവറ്റായി നടത്തിയിരുന്നു. പിന്നീട് SSLC പ്രൈവറ്റ് രജിസ്ട്രേഷൻ നിർത്തലാക്കിയതോടെ സ്കൂൾ 7ാം ക്ലാസ് വരെയായി പഠനം നിലനിർത്തി. 60ഓളം കുട്ടികൾ ഇപ്പോൾ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഭിന്നശേഷിക്കാരായ ഇവരുടെ പഠനത്തിന് ആവശ്യമായ പിന്തുണ വടകര റോട്ടറി ക്ലബ്ബും മറ്റ് സുമനസ്സുകളുടെ സഹായത്തോടു കൂടിയുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2012-ൽ സ്കൂളിന് സർക്കാർ എയ്ഡഡ് പദവി നൽകി. തുടർന്ന് പൊതുവിദ്യാലയത്തിൽ ലഭ്യമായ എല്ലാ ആനുകൂല്യങ്ങളും ഇന്ന് സ്കൂളിൽ ലഭ്യമാണ്. ഈ വിദ്യാലയത്തിലേക്ക് തൊട്ടിൽപ്പാലം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, നാദാപുരം, വാണിമേൽ, തണ്ണീർപ്പന്തൽ, ആയഞ്ചേരി എന്നീ വിദൂര സ്ഥലങ്ങളിൽ നിന്നും രക്ഷിതാക്കൾ കേൾവി സംസാര പരിമിതികളുള്ള കുട്ടികളെയും കൊണ്ട് വരുന്നുണ്ട്. സ്പീച്ച് ട്രെയിനർ, ഹിയറിംഗ് എയ്ഡ് മുതലായ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികളുടെ സംസാരശേഷി വികസിപ്പിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും സർക്കാർ ഉദ്യോഗസ്ഥർ, IT വിദഗ്ധർ, ആർട്ടിസ്റ്റ്, മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. കലാശാസ്ത്രമേളകളിൽ സംസ്ഥാന തലത്തിൽ വരെ ജേതാക്കളാണ് ഈ വിദ്യാലയത്തിലെ കുരുന്നുകൾ. എന്നിരുന്നാലും സ്കൂളിൻ്റെ ഭൗതിക കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ വിദ്യാലയവും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു. സ്കൂൾ ക്ലാസ് റൂം, ഫർണിച്ചർ, സ്കൂൾ കെട്ടിടം എന്നിവ ഇതിനായി നവീകരിക്കേണ്ടതുണ്ട്. മികവുറ്റ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ മേൽപ്പറഞ്ഞതെല്ലാം കൃത്യമായി വന്നു ചേരണമെന്ന് ഏവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇതിനായി എല്ലാ സുമനസ്സുകളുടെയും സഹകരണവും പ്രാർത്ഥനയും പ്രത്യാശിച്ചുകൊണ്ട് വീണ്ടുമൊരു അധ്യയന വർഷത്തിലേക്ക് ഞങ്ങൾ തുടരുന്നു. നന്ദി.